30 വർഷത്തിന് മേലെ എൻ്റെ അച്ഛൻ ക്യാൻറ്റീൻ നടത്തുന്നുള്ളത്. ക്യാൻറ്റീൻ കൃഷ്ണാട്ട് എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുമല്ലോ. കാസർഗോഡിൽ പണ്ടത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ കാസർഗോഡ് നഴ്സിംഗ് ഹോമും ഇപ്പം ഇടയ്ക്ക് കിംസും ഇപ്പം സൺറൈസും ആയ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. ഇപ്പം അവിടെ നിന്ന് മാറിയിട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ, ആടെ ഞങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതൊരു സെക്കൻഡ് ഹോം ആയിരുന്നു ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അടുത്ത അടുക്കളയിൽ പോയിട്ട് അടുത്ത ചായ വെക്കുന്ന ഏട്ടന്മാരോടെല്ലാം ഇന്ന് ചായ വേണം, അല്ലെങ്കിൽ ഇന്ന് ഗ്ലാസ്സിൽ ചായ വേണം, ഇന്ന് ഫുഡ് വേണം, ഓംലേറ്റിന് ഉള്ളിയിടണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആ ക്യാൻറ്റീനിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായാലും. ചിലപ്പോൾ വീട്ടിൽ അമ്മേനോടും കൂടെ അങ്ങനെ പറയലുണ്ടായില്ല. അവിടെ പോകുമ്പോൾ ഭയങ്കര ഒരു മുതലാളീൻ്റെ മോള് കളിക്കലെല്ലാം ഉണ്ടായി. പക്ഷേ എന്ന് വെച്ചാലുണ്ടല്ലോ, അപ്പം ഒന്നും ഞാൻ അടുത്ത ഫുഡ് അത്രക്കൊന്നും എൻജോയ് ചെയ്യലില്ല. കാരണം ഈ ചെറുപ്പത്തിലേ ഈ എണ്ണക്കടിയും മസാല ദോശയും പൊറോട്ടയെല്ലാം കണ്ടുകൊണ്ടായിരിക്കും വലിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതിന്. അപ്പം എല്ലാം ഇഷ്ടമുണ്ടായ സാധനമൊന്നും ഉണ്ട്. ആ ഫ്രിഡ്ജിലുണ്ടാകുന്ന സ്പ്രൈറ്റ്, ഫ്രൂട്ടി, ലേസ്, അങ്ങനത്തെ കാര്യത്തിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ച് വന്ന് 150 200 റുപ്യെല്ലാം കൊടുത്തിട്ട് ഈ മസാല ദോശ തിന്നുമ്പോണ്ടല്ലോ, അയ്യോ എനിക്കതെല്ലാം ഭയങ്കര മിസ്സാണ്. അന്നച്ഛൻ ചൂട് മസാല ദോശയും അല്ലെങ്കിൽ പൊറോട്ടയെല്ലാം ആകുമ്പോൾ പറയും നല്ല ചൂട് ഗോളി ബജിയും അതെല്ലാം ആയിട്ടുണ്ട്, വന്നിട്ട് തിന്നോന്നെല്ലാം പറയുമ്പോണ്ടായിരുന്നു എനിക്ക് വേണ്ട. ഞാൻ എപ്പോഴും ആ ഫ്രിഡ്ജ് തുറന്നിട്ട് ആ ഫ്രൂട്ടി എടുക്കും. എൻ്റെ അമ്മോ, ഇപ്പോൾ ആ ഫ്രൂട്ടി എനിക്ക് കണ്ടങ്ങായില്ല. പക്ഷേ ഇന്ന് ഈ മസാല ദോശ തിന്നുമ്പോണ്ടല്ലോ ഞാൻ അതെല്ലാം മിസ് ചെയ്തുകൊണ്ടായി. അന്ന സമയത്ത് അതൊന്നും അത്ര യൂസ് ആക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് എന്തെല്ലോ തിന്നണം എന്നുള്ളതിനൊരു വലിയ ലിസ്റ്റാക്കിയിട്ടാണ് നടന്നത്.